ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈവണ്ണം കുറയ്ക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു എക്സസൈസാണ്. ഇത് നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഇതേപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. കൈക്ക് നല്ല വണ്ണം കുറയാനൊക്കെ ഈ ഒരു എക്സസൈസ് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മുമ്പ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. എനിക്ക് നല്ല കൈവണ്ണം ഉള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഈ എക്സസൈസൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ കൈവണ്ണം അന്ന് കുറഞ്ഞത്. പിന്നെ ഞാൻ ഈ എക്സസൈസ് ചെയ്യാറേ ഇല്ല കേട്ടോ. പിന്നെ ഫുഡ് നന്നായിട്ടങ്ങ് കഴിക്കാനും തുടങ്ങി. അപ്പോൾ എൻ്റെ ശരീരത്തിനേക്കാളും എനിക്ക് വണ്ണം കൂടുതൽ എൻ്റെ കൈക്കാണ് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം കണ്ടോ, കൈക്ക് നല്ല അത്യാവശ്യം വണ്ണമുണ്ട്. ഒന്ന് പാരമ്പര്യം, രണ്ടാമത്തത് ഫുഡ് അടി കേട്ടോ. അപ്പോൾ നമുക്ക് എക്സസൈസൊക്കെ ചെയ്ത് നമ്മുടെ കൈവണ്ണം നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. യൂട്യൂബിൽ ഞാൻ മുമ്പ് കണ്ടിട്ട് അതേപോലെ തന്നെ ചെയ്ത് എനിക്ക് നല്ല മാറ്റം എൻ്റെ കൈക്ക് വന്നിട്ടോ. എൻ്റെ കൈ മാത്രമല്ല, നമ്മുടെ പുറകുണ്ടല്ലോ, ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ച് ഇങ്ങനെ ഭയങ്കര വണ്ണമായിരുന്നു കേട്ടോ. അപ്പോൾ ആ വണ്ണമൊക്കെ കുറയ്ക്കാൻ എനിക്ക് ഒരു എക്സസൈസ് സഹായിച്ചിട്ടുണ്ട്. ഒരു ഈസി എക്സസൈസാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവേ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്താലോ? അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഷാളൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാവേ. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കൈ ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് കൈ പുറകോട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ വെക്കുന്നത്. ഇത് നമ്മൾ വെച്ച കൈ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര കഴുപ്പ് വരും കേട്ടോ. നമ്മുടെ കൈ ഇങ്ങനെ കഴുപ്പ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ എൻ്റെ പൊന്നെ എനിക്കിത് പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പം ആ കൈക്ക് നല്ല ഒരു കഴുപ്പ് വേണം. എങ്കിലാണ് നമ്മുടെ ആ ഒരു നന്നായിട്ട് വർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്കിങ്ങനെ ചെയ്യാവേ. കൈ ഇങ്ങനെ പുറകോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പറക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അത് ഇതേപോലെ തന്നെ ഇത് ഒരു 30 തവണയെങ്കിലും നമ്മളിത് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ 30 തവണയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. മാക്സിമം ഒരു 10 12 അത്രയൊക്കെ പറ്റുള്ളൂ. സാരമില്ല, നമ്മൾ തുടക്കത്തിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അതൊരു കുഴപ്പമില്ല. പക്ഷേ എല്ലാ ദിവസവും ചെയ്യുമ്പോഴോ നമുക്കത് കൂട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സസൈസ് ഒരു 30 തവണ നമുക്കിതിങ്ങനെ ചെയ്യാവേ. ഈ കൊഴുപ്പൊക്കെ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റുള്ളേ. അപ്പോൾ ഇതൊരു 30 തവണ ഇങ്ങനെ അങ്ങ് ചെയ്യുക കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ എണ്ണി ചെയ്യാം കേട്ടോ. 1 2 3 4 5 അങ്ങനെ 30 തവണ ചെയ്യാം കേട്ടോ. ഞാൻ രാവിലെ ചെയ്തതാണ്. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തന്നാണ്. ശരിക്കും ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കഴിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് ചെയ്യാവേ. അടുത്ത് ചെയ്യാനായിട്ട് നമ്മുടെ കൈ ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. പുറകോട്ട് തന്നെ വെക്കുക. ഇങ്ങനെയല്ല വെക്കേണ്ടത്. അത് ഇങ്ങനെ പുറകോട്ട് തന്നെ വെക്കുക. എന്നിട്ട് കൈകൾ രണ്ട് നമുക്ക് ലോക്ക് ചെയ്യാം കേട്ടോ. അതിങ്ങനെ പിന്നെ വീണ്ടും ഇങ്ങനെ പിന്നെ വീണ്ടും ഇങ്ങനെ കണ്ടോ. ഇതേപോലെ തന്നെ നമുക്ക് കൈകൾ തമ്മിൽ ലോക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ കൈകളിലെ ആ കൊഴുപ്പൊക്കെ ഒന്ന് കുറയാൻ സഹായിക്കുന്നതാണ്. ഇതൊരു 30 തവണ ചെയ്യാം കേട്ടോ. ഞാൻ രാവിലെ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരുന്നുള്ളേ. ഇതൊരു 30 തവണ ചെയ്യാം കേട്ടോ. പിന്നെ ചെയ്യേണ്ടത്, നമ്മുടെ കൈകൾ ഇങ്ങനെ അങ്ങ് വെക്കുക കേട്ടോ. കണ്ടില്ലേ, കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് കൈകൾ ഇതേപോലെ തന്നെ ഒരു 30 തവണ ഇങ്ങനെ ചെയ്യുക. 30 40 എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനൊരു കണക്ക് പറഞ്ഞതാണ് 30 തവണ. ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഒത്തിരി സ്പീഡ് ചെയ്യേണ്ട, എന്നാലും ഒത്തിരി അങ്ങ് പതുക്കെ ചെയ്യാനും പാടില്ല. ഒരു മീഡിയം. ഇതേപോലെ ഒരു 30 തവണ ചെയ്യുക. പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ 30 തവണ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത എക്സസൈസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ കൈ വയ്ക്കുക. കൈ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിലങ്ങ് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. തിരിച്ച് അങ്ങനെ ഒരു 30 തവണ ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത എക്സസൈസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളതിങ്ങനെ കൈ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെയ്യുക.
നമ്മൾ ഇടി കൊടുക്കുന്ന കേട്ടോ. നമ്മൾ പുറത്ത് കിട്ടത്തില്ല നമുക്കങ്ങനെ അധികം കൈക്ക് നല്ല വണ്ണുള്ളവർക്കൊന്നും നമുക്കിങ്ങനെ മുതുകത്തോട്ട് നമുക്ക് ഇടിക്കാൻ കിട്ടത്തില്ല. മുമ്പൊന്നും എനിക്ക് അങ്ങനെ പറ്റേയില്ല, ഇത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കിതപ്പൊക്കെ വരുവേ. ഒരു പണിയും ചെയ്യാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഇതുപോലെ എക്സസൈസൊക്കെ ചെയ്തിട്ട് നമ്മുടെ കൈക്കുള്ള വണ്ണമൊക്കെ നന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് ഇതേപോലെ തന്നെ 20-30 തവണയൊക്കെ അങ്ങ് ചെയ്തോളിട്ടാ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുതുകത്തുള്ള കൊഴുപ്പൊക്കെ നല്ലവണ്ണം കുറയാനും നല്ലതാണ്. അടുത്ത എക്സസൈസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭിത്തിയിൽ ഇപ്പോൾ പേനയോ പെൻസിലോ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ചിത്രം വരയ്ക്കോ എഴുതുകയൊക്കെ ചെയ്തില്ലേ, അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൊഴുപ്പുണ്ടല്ലോ, ഈ കയ്യിലെ കൊഴുപ്പൊക്കെ നല്ലവണ്ണം കുറയാൻ സഹായിക്കുക. കണ്ടോ, നമ്മുടെ കൈക്ക് അനങ്ങുന്നത് കണ്ടോ, ഇതൊക്കെ നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. എൻ്റെ ഉടലിന് അത്രയും കൊഴുപ്പില്ല, പക്ഷെ എൻ്റെ കൈക്കാണ് നല്ല വണ്ണമുള്ളത്. അപ്പോൾ കൈക്ക് നല്ല വണ്ണമുള്ളവരൊക്കെ ഈ ഒരു എക്സസൈസ് മിസ് ചെയ്യില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഞാനിത് യൂട്യൂബിൽ കണ്ട് അതേപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ കേട്ടോ, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒരു 20-30 തവണയൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇടത്തെ കൈയും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഈ ഒരു 5-6 എക്സസൈസ് ചെയ്താൽ മതി, നല്ല മാറ്റം ഉണ്ടാവും. രാവിലെ വൈകുന്നേരം ചെയ്യുമ്പോഴോ നല്ല മാറ്റം ഉണ്ടാവും. കൈയുടെ വണ്ണമൊക്കെ കുറഞ്ഞ് നമ്മുടെ കൈക്ക് നല്ല സ്ലിം ആവും കേട്ടോ. ഇപ്പം ഇവിടെ വണ്ണം ഇല്ലാത്തവർക്ക് കൈക്ക് വണ്ണം വരുമ്പോൾ അയ്യോ അതൊരു ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല, കൈക്ക് വണ്ണമുണ്ട് പിന്നെ ഈ പുറമൊക്കെ ഇങ്ങനെ തള്ളിയിരിക്കില്ലേ, അവർക്കൊക്കെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരും കേട്ടോ. നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ വണ്ണം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൊഴുപ്പ് ഇതിനൊക്കെ കുറയാൻ സഹായിക്കട്ടോ. നല്ലൊരു എക്സസൈസാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുരുമുളക് പറിക്കാനായിട്ട് പറമ്പിലിട്ടങ്ങ് വന്നതാണേ. ഇത്തിരി മീൻ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം കുരുമുളകൊക്കെ ഇങ്ങനെ ചതച്ചെടുത്ത് വറക്കാമെന്ന് കരുതി. കുരുമുളകും വെളുത്തുള്ളിയും നല്ല ടേസ്റ്റാണല്ലോ. 2 എണ്ണം പറിച്ചിട്ടോ, അത് മതി. വാവച്ചിക്ക് മീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുവാണ് കേട്ടോ. ഉണക്കമുളകും ചുമന്നുള്ളിയും പുളിയൊക്കെ ചേർത്ത് എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ചമ്മന്തി ഇടികല്ലിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അടുപ്പിൽ മീൻ വറുത്തത്, അടുത്ത അടുപ്പിൽ മീൻ കറിയാണ്. അപ്പോൾ മീൻ വറുത്തുണ്ടല്ലോ, നമ്മുടെ കുരുമുളക്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്ത ഒരു പേസ്റ്റാണ്. പിന്നെ ഇതിൽ ഫിഷ് മസാലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത അടിപൊളി മീൻ വറുത്ത കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ പച്ചമുളകൊക്കെ ചതച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും മീൻ വറുത്തതിന്. അപ്പോൾ മീൻകറി ആയിട്ടില്ല, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻകറി ഇഷ്ടമായിടാ? എരിവ് കൂടുതലാണോ? അല്ല. വാവച്ചി ഉണ്ടല്ലോ മീൻകറിയൊന്നും കൂട്ടാണ്ട് ചമ്മന്തി മാത്രം കൂട്ടിയാട്ടോ കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞി കുടിച്ച് കഴിഞ്ഞു, അവൾ ഫസ്റ്റ് കഞ്ഞി കുടിച്ചു. അപ്പം ഞങ്ങളൊക്കെ വേഗം ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഞാനും ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. ചോറ് കുറച്ച് മോരുകറി ഞാൻ തയ്യാറാക്കിയായിരുന്നേ. കഷ്ണങ്ങളൊന്നും ഇട്ടില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് കാച്ചിയെടുത്തോളേ. മോരുകറി, പിന്നെ മീൻകറി, മാങ്ങ അച്ചാറ്, മീൻ വറുത്തത്, പിന്നെ ഇതാ വാവച്ചിയുടെ ചമ്മന്തി കേട്ടോ. ഇതെല്ലാം കൂട്ടി വേഗം ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.